ആ നായക്കുട്ടിക്ക് എന്തൊക്കെയോ സൂപ്പർ പവേഴ്സ് ഉണ്ടെന്ന കാര്യം അത് സംസാരിച്ചു തുടങ്ങിയപ്പോഴേ ആ പയ്യന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആ നായക്കുട്ടിയെ അവനൊരു പാർക്കിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ കിടന്ന് കിട്ടിയ ഒരു പാത്രം ദൂരേക്ക് വലിച്ചെറിഞ്ഞു. നമ്മുടെ നായക്കുട്ടിയാണെങ്കിൽ ജെറ്റ് വിട്ടതുപോലെ ഓടിപ്പോയി അതിനെ ക്യാച്ച് ചെയ്തു. പെട്ടെന്ന് തിരികെ വരികയും ചെയ്തു. ഇതൊക്കെ കണ്ടിട്ട് ആ പയ്യന് വിശ്വസിക്കാൻ പോലും പറ്റിയിരുന്നില്ല. പിന്നെ ഒരു നോർമൽ പട്ടിയെ കളിപ്പിക്കുന്നത് പോലെ കമ്പിട്ട് കാണിച്ചപ്പോ നീ ഷോ കാണിക്കാതെ എറിയണമെങ്കിൽ എറിയടേ എന്ന് ആ പട്ടി പറഞ്ഞു. ഇനി ഒരു പട്ടിയെയും അവൻ ആ കമ്പ് കാണിച്ച് കളിപ്പിക്കില്ല. കാര്യം ഇനി അവൻ ആ കമ്പ് കിട്ടാൻ പോകുന്നില്ല. ആ കമ്പ് കുഴിച്ചിടാൻ വേണ്ടി ഒരു ഗുഹ തന്നെ ആ പട്ടി ഉണ്ടാക്കി. ലിക്വിഡുകൾ മേത്തോട്ട് വീണപ്പോ ആ പട്ടിയുടെ ഹിയറിംഗ് കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. 1 കിലോമീറ്റർ അപ്പുറത്തൂടെ പോണ ആൾക്കാർ എന്തൊക്കെ സംസാരിക്കുന്നു എന്ന് വരെ അവന് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് വച്ച് അവന്റെ കാമുകി പ്രശ്നത്തിൽ അകപ്പെട്ട കാര്യം മനസ്സിലാക്കി അവളെ രക്ഷിക്കാൻ വേണ്ടി അവൻ ഓടുകയാണ്. ഓടുന്നതിന്റെ സ്പീഡ് കൂടി അവൻ പതുക്കെ പറക്കാൻ തുടങ്ങി. നേരെ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഗ്ലാസും പൊട്ടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അതിന്റെ അകത്തൂടെയും അവൻ ഇപ്പൊ പറന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക് സമയത്ത് ഈ പെൺകുട്ടിയെ സാൻഡ്വിച്ച് കഴിക്കാൻ പോലും അവൻ സമ്മതിച്ചില്ല. അതും കടിച്ചെടുത്തോണ്ടായിരുന്നു അവൻ പറന്ന് വെളിയിലേക്ക് പോയത്.